ഇനിയിപ്പോ കേരളം സമുദ്ര തുറമുഖാധിഷ്ഠിത ഒരു നഗരമാക്കി മാറ്റാനാ പോണേ. ഈ തുറമുഖത്തിലൂടെ എന്താ നടക്കണേ? സാധനങ്ങളുടെ കയറ്റുമതി ഇറക്കുമതിയല്ലേ? വിഴിഞ്ഞത്ത് നടക്കുന്ന ട്രാൻസ്ഷിപ്മെന്റാ. നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതല്ല, പുറത്തുനിന്ന് വരുന്നു, ഇറക്കി വെക്കുന്നു, വേറെ കപ്പലിൽ കയറ്റി കൊടുക്കുന്നു. ഇനി ഈ കപ്പൽ മാർഗേണ കയറ്റുമതി ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇത് ഘനവ്യവസായങ്ങളും ബാക്കിയുള്ളതല്ലേ? കേരളത്തിലെ വ്യവസായ വളർച്ച ആ രീതിയിലുള്ളതാണോ? ചോദ്യമാണെന്ന്. കേരളത്തിന്റെ വ്യവസായ വൽക്കരണത്തെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ ധാരണ എന്താ? ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളുടെ ഒരു സമ്പദ്ഘടനയാക്കി മാറ്റണം. IT, VT ഇതുപോലുള്ളത്, അല്ലെങ്കിൽ ലൈറ്റ് എഞ്ചിനീയറിംഗ് സേവനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളത്. അത് കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും ഈ വമ്പൻ തുറമുഖങ്ങളല്ലാട്ടോ വേണ്ടേ? ഇത് വേറൊരു വികസന കാഴ്ചപ്പാടാണെന്ന്. കേരളത്തില് ഇത്തരത്തിലുള്ള ഘനവ്യവസായങ്ങളും കാര്യങ്ങളും കൊണ്ടുവരാനുള്ള ഭൂമി എവിടെ നിന്ന് കണ്ടെത്താനാ പോണേ? അത്രയേറെ ഭൂമി വേണ്ടാത്ത വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളാണ് നമുക്ക് അനുയോജ്യം. ആരോ പറഞ്ഞത് കേട്ടിട്ട് ഇനിയിപ്പോ തുറമുഖാധിഷ്ഠിതമായിട്ടുള്ള സമ്പദ്ഘടന കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ആ പുറപ്പാട് എവിടെ വന്ന് നിൽക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് വിഴിഞ്ഞത്ത് നിന്ന് നടക്കുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു, LDFും ചെയ്തിട്ടുണ്ട്. എന്ത്? നികുതി നമ്മുടെ ഫിനാൻസ് ബില്ലില് ആക്ടിൽ പ്രഖ്യാപിച്ചിട്ട് ഭാവിയിൽ ഒരു ദിവസം മാത്രമേ നടപ്പാവുള്ളൂ, ഭാവി ഡേറ്റ് പിന്നീട് തീരുമാനിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കാശിനാണിരുന്നോ എന്ന വലിയ ചോദ്യം അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. 2021, 22 രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായിരുന്നു അത്? GST നിയമം എന്നുപോലെ രാജ്യത്തെ പ്രാബല്യത്തിൽ വരുന്നതെന്നുള്ളത് ഇന്ത്യ സർക്കാർ തീരുമാനിക്കണതാ. GST കൗൺസിൽ തീരുമാനിക്കുന്നതാണ്. അല്ലാതെ കേരളത്തിന് മുൻകാല പ്രാബല്യം കൊടുക്കാൻ പറ്റത്തില്ല. ആ ഡേറ്റ ഫിനാൻസ് ആക്ടിൽ പറയണേ. ഇങ്ങനെ ചുമ്മാ കള്ളം പറയാണ്. ഇതറിയാഞ്ഞിട്ടല്ലോ കേട്ടോ. ഇങ്ങനെ ഗവേഷണം നടത്തി 2022 പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ഇത് അറിയണമല്ലോ. പറയുമ്പോ അറിയാമല്ലോ ഇതെന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്. ഇത് 2019 നമ്മുടെ വിദേശ മദ്യം മുഴുവൻ വ്യാപാരവും ഏറ്റെടുത്തു. ഹോൾസെയില് ബിവറേജസ്. നോക്കണേ, കച്ചവടം ആർക്ക് വേണമെങ്കിൽ വിദേശത്ത് നിന്ന് സാധനം കൊണ്ടുവന്ന് സ്റ്റാർ ഹോട്ടലിൽ നേരിട്ട് വിൽക്കായിരുന്നു. അത് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോ 150% ഇറക്കുമതി ഉണ്ട്. അതിന്റെ പുറത്ത് 250 കൂടി ചുമത്താൻ പറ്റത്തില്ല. അപ്പോഴും നിലവിലുണ്ടായിരുന്ന ടാക്സിനേക്കാൾ കൂടുതൽ വരുന്ന രീതിയിൽ ഇത് വെച്ചതിനെ, വിൽപ്പന നികുതി വെച്ചതിനെ കുറച്ചില്ലേ എന്ന് ചോദിച്ചു. അറിയാഞ്ഞിട്ടാ? അറിഞ്ഞുകൊണ്ടാണെന്ന്. അതാ മിടുക്ക്. ഇങ്ങനെയുള്ള മിടുക്കുകളാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട്. ഇത് ന്യായമല്ല കേട്ടോ. ഇതൊരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമല്ല. അതുകൊണ്ട് യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ ഫിനാൻസ് ആക്ടിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി വെച്ചിട്ട് അതിന് എന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് പറയുന്നത്
ഈ കമ്പനികളായിട്ട് ഇനിയും വില പേശാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ചെയ്ത അഴിമതി പോരാ, ഇനിയും വേണമെന്നുള്ളത് അഭാവം.